ഹലോ, ഇന്ന് നമുക്ക് കേക്കിൻ്റെ ടൂൾസ് ഒന്നുമില്ലാതെ അരിപ്പൊടി വെച്ചിട്ട് ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്നാക്സ് ബോക്സിലാക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്ത് മാറ്റി വെച്ചു. ഇനി ഇതേ ഗ്ലാസ്സിൽ തന്നെ 3/4 ഗ്ലാസ് പഞ്ചസാര മാറ്റി വെച്ചു. അതേ ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസോളം ഓയിലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 മുട്ട വേണം. തണുപ്പില്ലാത്ത മുട്ട എടുക്കുക. എന്നിട്ട് ഒരല്പം വാനില എസൻസും കൂടി വേണം. പിന്നെ അതുപോലെ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും വേണം. ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ്സൊക്കെ ഒന്ന് ഒരുക്കിയെടുക്കാം. ഗ്ലാസ്സിലാണ് നമ്മൾ ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ടിന്ന് വേണമെന്ന് ഒരു നിർബന്ധമില്ല കേക്ക് ഉണ്ടാക്കാൻ. ഗ്ലാസ്സിൽ ഒരല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് മൈദപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവുന്ന വിധത്തിലൊന്ന് എത്തിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് തട്ടി കളഞ്ഞു കൊടുത്താൽ മതിയാവും. ഗ്ലാസ്സിലും കേക്ക് സൂപ്പറായിട്ട് വരും. ഇതാ ഇപ്പോൾ ഇവിടെ ഗ്ലാസ്സൊക്കെ റെഡിയാക്കി എടുത്തു. ഇനി അത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ബാറ്റർ റെഡിയാക്കാൻ നോക്കാം. അതിനായിട്ട് നനവില്ലാത്ത ബൗളിൽ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് 1 മൂടി വാനില എസൻസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു സാധനത്തിനും വെള്ളമില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇളക്കുന്ന വിസ്കിലോ സ്പൂണിലോ ഒന്നും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. അതുപോലെ കേക്ക് ഉണ്ടാക്കാൻ ബീറ്റർ ഉണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് ഒരു നിർബന്ധമില്ല. ബീറ്ററിൻ്റെ ഒരു നിർബന്ധമില്ല കേക്ക് ഉണ്ടാക്കാൻ. വിസ്ക് വെച്ചിട്ട് തന്നെ നമുക്ക് സുഖമായിട്ട് കേക്ക് ഉണ്ടാക്കാം. അത് ഞാൻ നേരത്തെയുള്ള വീഡിയോസിൽ വിശദമായിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവൻ്റെയും ഗ്യാസിൻ്റെയും ആവശ്യമില്ലാതെ വിറകടുപ്പിലും നമുക്ക് സുഖമായിട്ട് തന്നെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതും ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാവും. ഞാനിതാ ഇവിടെ 2 ടേബിൾ സ്പൂണോളമാണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അത് അലിയോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരേ വശത്തേക്ക് തന്നെ ഇളക്കി കൊടുക്കുക. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ടുണ്ടെങ്കിൽ ബാറ്റർ താന്നു പോകും. ഒരേ വശത്തേക്ക് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്താൽ മതിയാകും. ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള നേരത്തെ മാറ്റി വെച്ച ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം ഒരുപാട് ഇളക്കരുത്. പതുക്കി ഒന്ന് കുത്തി ഇളക്കാത്ത വിധത്തിൽ പതുക്കി ഒന്ന് ഒരു 4 or 5 തവണ ഒന്ന് ഓയിൽ ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിലൊന്ന് പതുക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ച പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആകെ നമ്മൾ എടുക്കുന്ന പൊടി 3 തവണകളായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതിയാകും. അതും ഒരുപാട് തവണ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് തവണ കുത്തി ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഇതുവരെ പതപ്പിച്ചെടുത്ത ആദ്യത്തെ ബബിൾസൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ കേക്ക് നന്നാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് നേരത്തെ എടുത്തു വെച്ച പൊടികൾ 3 തവണയായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരല്പം ഞാൻ ഒരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുത്തു. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഗ്ലാസ്സിലേക്ക് 2ൽ നിന്നും അല്പമായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് വാനിലയുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ച കൊക്കോ പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ച ബാറ്ററും കൂടി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ 3 ഗ്ലാസും ഫില്ല് ചെയ്തെടുത്തു. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാൻ ഗ്യാസ് സ്റ്റൗവിലാണ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഒരു റിങ് ഇട്ട് കൊടുത്തു. റിങ്ങിൻ്റെ മുകളിലേക്ക് ഒരു തട്ടും കൂടി വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത്. എനിക്ക് 4 ഗ്ലാസ് കേക്കോളം കിട്ടുകയും ചെയ്തു. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കുന്നത്. ഒരു 25 മിനിറ്റ് കഴിയാതെ നിങ്ങൾ ഒരിക്കലും തുറന്ന് നോക്കാൻ പാടില്ല. അങ്ങനെ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ബാറ്റർ താന്നു പോകും. അപ്പോൾ കേക്ക് നന്നാവില്ല. ഇതവിടെ 4 ഗ്ലാസോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. കട്ട് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉൾവശം കാണാൻ വേണ്ടിയിട്ട്. ഭംഗി മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കായിരുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാവും. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. മൈദ അല്ലാത്ത കാരണം കൊണ്ട് തന്നെ നമുക്ക് പേടിക്കാതെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്.
അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്കും കമൻറ്റും നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. ബൈ.